fire with eyes. I put it all on the line. It was worth it to me. I saw what we could be. Gave you. ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഈവനിങ് റുട്ടീനാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ, സ്കിൻ കെയർ, പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹെയർ കെയറിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സാധനമാണ്. ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണിത്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് വെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും പൊടിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വാഷ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 1-2 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ തിളപ്പിച്ച ഒരു വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിലേക്ക് കഴുകി വെച്ച ഈ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക, തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്തിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക. ഈ റോസ്മേരി ലീവ്സ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നമ്മുടെ ഹെയർ റൂട്ട്സ് ഒക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഈ താരനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കാനും ഇതിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഷൈനി ആക്കാൻ വേണ്ടിയിട്ടും ഈ റോസ്മേരി ഭയങ്കര നല്ലതാണ്. അതുപോലെ ഈ റോസ്മേരിയിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിച്ച് മുടിയെ തിരിച്ച് ഹെൽത്തി ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്കിത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ഇതിന് അങ്ങനെ വൃത്തിയായിട്ട് സ്മെല്ലൊന്നും അല്ല, നല്ലൊരു ഹെർബലിൻ്റെ ഒരു സ്മെല്ലാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലീൻ ആക്കിയ സ്കാൽപ്പിലേക്ക്, അതായത് ഡ്രൈ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വാട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു സ്കാൽപ്പിനുള്ളിലേക്ക് ഇത് പെനട്രേറ്റ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് തരാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ആ ഒരു സ്കാൽപ്പിനുള്ളിലേക്ക് നന്നായിട്ട് ഇത് അബ്സോർബ് ആവും. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ എന്തായാലും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ നനവുണ്ടാവും. ഇത് നനവോടെ വെച്ച് നിങ്ങൾ കിടന്നുറങ്ങിയോ അല്ലെങ്കിൽ കുറേ നേരം കൊണ്ടു കിടക്കുകയോ ഒന്നും ചെയ്യല്. ജസ്റ്റ് മുടി ഉണക്കുക, അഴിച്ചിട്ടിട്ട് ഉണക്കുക. അപ്പം ഞാൻ എൻ്റെ സ്കാൽപ്പിലെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഒരു ദിവസം ഇടവിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, കേടാവത്തൊന്നുമില്ല. നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊരു മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. Fire with eyes. I put it all on the line. It was what. അപ്പം ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വെക്കുകയാണ്. കാരണം എനിക്ക് കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ അത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുടി ഉണക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ കെട്ടി വെച്ചുകൊണ്ട് നടക്കില്ലേ, മുടി ഉണക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കെട്ടി വെക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഒരു വാട്ടർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. Fire with eyes. I put it all on the line. It was worth it. ഇനി എനിക്ക് കുറച്ച് അടിച്ചുവാരൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് കാരണം ഹോളും ഒക്കെ ജസ്റ്റ് ഒന്ന് തൂക്കുകയാണ്. ഞാൻ സാധാരണ എന്നും രാവിലെ തൂക്കാറുണ്ട്, എല്ലാ റൂമും തൂക്കാറുണ്ട്. വൈകിട്ട് ഞാൻ ഓടിച്ചിട്ട് ഈ ഹോളും അതുപോലെ കിച്ചണും ഒന്ന് തൂക്കും. കാരണം അവിടെ എങ്ങനെയൊക്കെ ആയാലും പൊടിയൊക്കെ വീണ്ടും എന്തെങ്കിലുമൊക്കെ വീഴും. അത് കാരണം വൈകുന്നേരം ഞാൻ ഒന്നുകൂടെ ഹോളും കിച്ചണും തൂക്കാറുണ്ട്. ബാക്കിയുള്ള റൂംസ് എല്ലാം ഞാൻ രാവിലെ തൂത്തിടാറുണ്ട്. അവിടെ അധികം അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും അവിടെ എപ്പോഴും അങ്ങനെ കയറി ഇറങ്ങാറില്ലല്ലോ.
നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ചില കിച്ചണാകുമ്പോഴും ഒക്കെ പൊടി അതും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴാറുണ്ട്. അത് കാരണം അത് ഞാൻ വൈകിട്ടും ഹോളും കിച്ചണും ഒന്നുകൂടെ തൂക്കാറുണ്ട്. Fire and ice, I put it all on the line. It was worth it to me. പിന്നെ എനിക്കൊരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു 54 ഒക്കെ വെയിറ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും അതൊന്ന് കുറച്ച് വീണ്ടും പഴയ പോലെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുറേ നാളിങ്ങനെ മടി പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അതൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് കഴിക്കുന്നത് ആൻഡ് എക്സസൈസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. നേരത്തെ ഞാൻ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാമറയൊക്കെ എടുത്തൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡെയിലി ഈ സംഭവങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. Fire and ice, I put it all on the line. It was worth it to me. I saw what we could. ചായ കുടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ ഹെയർ കെയറിലേക്ക് പോയത്. അവിടെ മുതലാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. അപ്പോൾ അതിന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചായയൊക്കെ കുടിക്കും. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. Fire and ice, I put it all on the line. പുറത്ത് നല്ല മഴക്കോളാണ്, നല്ല കാറ്റും ഇടിയും മിന്നലും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മാ കുറച്ചു നേരം പുറത്ത് പോയിട്ട് ഒന്ന് കാറ്റ് കൊണ്ട് നിൽക്കാമെന്ന് കരുതി. Fire and ice, I put it all on the line. It was worth it to me. I saw what we could be. Gave you my hand to hold. Didn't think you'd let go. When you lie in your bed and I'm stuck in. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാണ്. ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഡേ മാത്രമേ ഹെയർ വാഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ആദ്യം ഫേസൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാനൊരു വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ നൈറ്റ് ചെയ്യാറുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. ചില ദിവസങ്ങളിൽ ഞാൻ ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഫേസ് പാക്കൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ മാറ്റാനും ചുളിവുകൾ മാറ്റാനും ഭയങ്കര നല്ലതാണ്. ഒരു 30+ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ സിറംസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ആൻറ്റി ഏജിങ് ആണ്. ഇപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നേരത്തെ ഞാൻ ആ ഒരു റോസ്മേരിയുടെ വാട്ടർ അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു നനവ് ഉണ്ട്. ഞാൻ അപ്പോൾ തന്നെ കെട്ടി വെച്ചതാണല്ലോ. അപ്പം നനവൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. കാരണം മുടി നനവോടെ വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഈ ധാരണൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കാരണം നന്നായിട്ട് മുടിയുടെ ആ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് ഉണക്കി എടുക്കുകയാണ് ഞാൻ. ഇനി ഞാൻ ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. കെട്ടൊക്കെ മാറ്റി മുടി ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ്. ഈ റോസ്മേരി വാട്ടർ നമ്മൾ ഒരു ദിവസം ഇടവിട്ടിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ല റിസൾട്ട് ഉണ്ടാവും. ഒരാഴ്ച കൊണ്ട് നമുക്ക് ആ ഒരു മുടി കൊഴിച്ചിലൊക്കെ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം മുടിയൊക്കെ ഉണക്കിയതിന് ശേഷം ഞാൻ 2 സൈഡും മുടി ഇതുപോലെ പിന്നിയിടും. ഇത് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ട് വീഴാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പം മുടി നമ്മൾ അഴിച്ചിട്ടിട്ട് ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ട് വീണ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പം മുടി സംരക്ഷിക്കുന്നവർ എന്തായാലും രാത്രി മുടി കെട്ടി വെച്ച് കിടക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിർത്തുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.